എല്ലാവർക്കും തന്നെ അറിയാം, ദിയ കൃഷ്ണനെ 100 ലക്ഷത്തോളം ആൾക്കാർ കണ്ട ഡെലിവറി വ്ലോഗിലെ ഏറ്റവും ആക്റ്റീവായിട്ട് നിന്നതും അതുപോലെ തന്നെ ഏറ്റവും സങ്കടത്തോട് നിന്നതും കരഞ്ഞും ഒക്കെ നിന്നതും വീഡിയോ എടുത്തതും താൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതും ദിയ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതും അശ്വിനോട് സംസാരിക്കുന്നതും അങ്ങനെ ആക്റ്റീവായിട്ട് നിന്ന് അവിടെ എല്ലാവരെയും ഹോൾഡ് ചെയ്ത് നിന്നൊരു വ്യക്തിയാണ് അഹാന അല്ലെ. അഹാന അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം നിങ്ങളുടെ ഒരു അമ്മയ്ക്ക് എന്താ തോന്നുന്നത്, ഒരു അമ്മൂമ്മയായപ്പോൾ എന്താ തോന്നുന്നത്, അങ്ങനെ ഭയങ്കര രീതിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു അഹാന. പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ന് ഓമിക്ക് 1 വയസ്സാകുന്ന ദിവസമാണ്. പക്ഷേ ഇന്നലെ എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ലൈഫിലുള്ള ഓരോ ചെറിയ മൊമെൻറ്റ് വരെയും അവർ ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ ഫാമിലിയിലെ ആർക്ക് എന്ത് ആണെങ്കിലും അവർ ഷെയർ ചെയ്യാറുണ്ട്, അത്രയും ഫോട്ടോസ് ഇടാറുണ്ട്, അത്രയും ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ വെക്കാറുണ്ട്. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ KK ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൻസിക, ഇഷാനി, അങ്ങനെ ആ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അഹാനയുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അഹാന ഒരു ഫോട്ടോ വരെ ഇന്ന് ഈ സമയം വരെ ഷെയർ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പം നാളെയാണ് ബർത്ത്ഡേ എങ്കിൽ ഇന്ന് രാവിലെ മുതലേ അവർ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങും. സോ ഹൻസികയൊക്കെ അങ്ങനെയാണ് ചെയ്തത്. കാരണം 0 ഇയർ ഏജ് ലാസ്റ്റ് ഡേ ആണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അഹാനയുടെ അക്കൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അഹാന ഷെയർ ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ നമുക്കറിയാം, നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അഹാന മറ്റേ അശ്വിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അശ്വിനും അഹാനനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. സോ സംതിങ് ഇവരുടെ ഇടയ്ക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇവർ പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇവരുടെ ഫാമിലി പ്രശ്നം. കാരണം കഴിഞ്ഞ ദിവസം തൻവി വന്ന് സംസാരിച്ച കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി പ്രശ്നങ്ങൾ അവരവിടെ സംസാരിച്ച് തീർത്തു. അതുകൊണ്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇവർ ചെയ്ത വീഡിയോസൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ആ ഫാമിലി പ്രശ്നങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്നതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഈ ഒരു ബർത്ത്ഡേ വന്നതോടുകൂടി ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അഹാനയാണെങ്കിൽ നമുക്കറിയാം, ദിയ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഏറ്റവും കൺസേൺ ആയിട്ടുള്ളൊരു വ്യക്തി അഹാനയാണ്. കാരണം അവന് പല്ലി വന്നു, അവൻ എന്താണ് കഴിക്കുന്നത്, ഈവൻ അവൻ്റെ ഷിറ്റിൻ്റെ കളർ വരെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അഹാന എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഇഷാനി ആണെങ്കിലും ഹൻസിക ആണെങ്കിലും ഒക്കെ ഇന്റർവ്യൂസിൽ വന്ന് പറയാറുണ്ട് അവന് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്ത് വെക്കുന്നതും അതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നതും അഹാനയാണ്. കാരണം അവൻ വളർന്നു കഴിയുമ്പോൾ കാണണമെന്നും അവൻ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് വെച്ച് AI വെച്ച് വരെ ക്രിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അഹാന എന്ന് പറയാറുണ്ട്. അഹാന എന്ന് എപ്പോഴും പറയുന്നതാണ് ഇവരെല്ലാവരും. ഈ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അഹാനയാണ് നമ്മളെ ഓമീനെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓമീനെ ഇത്രയും ഇതായിട്ട് നോക്കുന്നത്, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പം ദിയ കൃഷ്ണ ആണെങ്കിലും പറയാറുണ്ട് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓരോരുത്തരും അടിയാണ് ഇത്ര സമയം, അതിൽ ഏറ്റവും കൂടുതൽ സമയം കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് അഹാന തന്നെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ എന്നിട്ട് ഈ ബർത്ത്ഡേ വന്നപ്പോൾ അഹാന ഒരു പോസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും ഷെയർ ചെയ്തിട്ടില്ല. അത്രയധികം കാര്യമുള്ള അഹാന എന്തുകൊണ്ട് മറന്നുപോയോ? ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മറ്റേ ഡോക്യുമെൻ്ററി ആയിട്ട് വരുമായിരിക്കും. ഇവൻ ഇങ്ങനെയായിരുന്നു എണീറ്റത്, അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നുള്ള ഡോക്യുമെൻ്ററിയും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇടാൻ പറ്റാത്തതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് വരുമായിരിക്കും. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ 1 വയസ്സായപ്പോൾ എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല? ആൻഡ് ഓൾസോ ഇവരുടെയൊക്കെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ബർത്ത്ഡേ ആണെങ്കിലും കല്യാണം ആണെങ്കിലും നമ്മളറിയാം ഓരോ ഫംഗ്ഷൻസ് ആയിട്ടാണ് വെക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി. ഇവർ 30 വയസ്സായപ്പോൾ പോലും അല്ലെങ്കിൽ 28 വയസ്സായപ്പോൾ പോലും 26 വയസ്സായപ്പോൾ പോലും ഇവർ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ 3 പേരും ട്രിപ്പ് പോയിരിക്കുകയാണ്. നമ്മുടെ ദിയ, അശ്വിൻ ആൻഡ് കുഞ്ഞും തമ്മിലുള്ള ട്രിപ്പ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്തിട്ടുമില്ല. മേ ബി ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം ഷെയർ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള അവരുടെ ഫാമിലിയിൽ കാണുന്ന അത്ര അധികം ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനി സിന്ധു കൃഷ്ണന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തേക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് വിചാരിക്കുക, അവർക്കും അവരുടെ കൊച്ചുമക്കളെ കുറിച്ച് അങ്ങനെയല്ലേ. അപ്പോൾ ഈ ഓമി നാളെ വന്ന് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ നമ്മുടെ
തൻവി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് തൻവി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ കുറച്ചെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദിയ എന്നുള്ളത്. പക്ഷേ ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ദിയയുടെ കുഞ്ഞിന്റെ ഫോട്ടോ പോലും ഷെയർ ചെയ്തിട്ടില്ല. കാരണം തൻവിയുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ തൻവി പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് എ ഗേൾ ആൻഡ് ബോയ് ചൈൽഡ്, സോ ഐ എം കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഞാൻ കൊടുക്കാം, ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ട്, സോ കംപ്ലീറ്റ് ആണ്, എനിക്കിനി വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തൻവി ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ബർത്ത്ഡേ ആയിട്ടുള്ള തൻവിയുടെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഒരു സ്റ്റോറിയും കൂടെ തൻവി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിയാകൃഷ്ണന്റെ കുഞ്ഞിന്റെ മാത്രം ഷെയർ ചെയ്യില്ല. അത്രയധികം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആളുടെ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്? അപ്പൊ ഇവര് നമ്മളെയൊക്കെ പോസ്റ്റ് ഇട്ട് പറ്റിക്കുകയായിരുന്നു. ഇവരുടെ പ്രശ്നം ഇവരുടെ ഫാമിലിയിൽ തന്നെ സംസാരിച്ച് തീർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഇവർ നമ്മൾ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ എന്തായാലും സ്റ്റിൽ പ്രശ്നങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലും കാര്യത്തിലും ഒക്കെ മനസ്സിലാകുന്നത്. തൻവി പറയുന്നുണ്ടായിരുന്നു, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ദിയയാണെന്നും, അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന്, പുള്ളിക്കാരിയുടെ കല്യാണത്തിനാണെങ്കിലും ദിയയുടെ കല്യാണത്തിനാണെങ്കിലും എപ്പോഴും എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ അത്രയധികം ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരേ ഏജ് ആണെന്നൊക്കെ പറഞ്ഞതിലും എന്തൊക്കെയോ വിള്ളലും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇതോടെ മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ദിയാകൃഷ്ണൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ സ്റ്റോറീസ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടെന്നും, അത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ അശ്വിൻ ഗണേഷിന്റെ ഫാമിലിനെ ആണോ എന്ന് നമുക്ക് സംശയിക്കാം. ആൻഡ് ഓൾസോ അഹാനയാണോ എന്ന് നമുക്ക് ചെറിയൊരു സംശയം വെക്കാതെ അല്ലെങ്കിൽ സംശയം തോന്നാതിരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അശ്വിൻ്റെയും അഹാനയുടെ അൺഫോളോ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞിനെ ഫോട്ടോ ഷെയർ ചെയ്യാത്തതും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നമുക്കൊരു 10% സാധ്യത അതിനും കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ദിയാകൃഷ്ണൻ കുറെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ആൾക്കാർ വിഷമാണെന്നും, അതുപോലെ തന്നെ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സ്നേഹം നടിച്ചിട്ട് ഭാര്യയോട് കുറ്റം കാണിക്കുവാണെന്നും, അല്ലെങ്കിൽ ഭാര്യയോട് അങ്ങനെ അല്ല എന്നുള്ളതും, പിന്നെ അശ്വിനെയും ദിയനെയും തമ്മിൽ തിരിക്കുകയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് അശ്വിന്റെ ഫാമിലിനെ കുത്തുന്ന ഒരു രീതിയിലാണ് സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് പോയത്. ആ ഒരു ടൈമിൽ ദിയ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിയ പറഞ്ഞിരുന്നു, മരുതൻകുഴിയിൽ ഒരു അമ്മ എനിക്ക് ഇരിപ്പുണ്ട്, അപ്പൊ എനിക്ക് അവരെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതി, ബാക്കി വഴിയെ പോകുന്നവരെ ഒന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കണ്ട എന്നുള്ളൊരു സംഭവം. ഞാൻ ഇവരൊക്കെ മറ്റേ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഞാൻ വീഡിയോസ് ഒന്നും വെക്കാതെ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സംസാരം ദിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് ഏതൊരു ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള ആര് കേട്ടെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ അത് ഫീൽ ആകാതെ ഇരിക്കുവോ? എത്രത്തോളം അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു അമ്മായിയമ്മയ്ക്ക് അത് ഫീൽ ആകാതെ ഇരിക്കത്തില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ പല മരുമക്കൾക്കും അങ്ങനെ തോന്നുമെങ്കിലും, പല മരുമക്കൾക്കും തോന്നുമെങ്കിലും ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കി പറയാറില്ല, അല്ലേ? പക്ഷേ ഇവിടെ ദിയ മുഖത്ത് നോക്കി അല്ലെങ്കിൽ തുറന്നടിച്ച് പറഞ്ഞിരുന്നു. അത് ഇത്രയധികം ചർച്ചയായ സ്ഥിതിക്ക് എന്തായാലും അവരുടെ അമ്മായിയമ്മയ്ക്ക് കുറച്ചെങ്കിലും പ്രോബ്ലം ഇല്ലാതിരിക്കത്തില്ല. കാരണം വഴിയിൽ പോകുന്ന ഒരു അമ്മയോടാണല്ലേ, വഴിയിൽ പോകുന്ന മനുഷ്യരായിട്ടാണ് അശ്വിൻ്റെ അമ്മേനെ താരതമ്യം ചെയ്തത്. അത് അശ്വിനും ചെറിയ രീതിയിലെങ്കിലും ഫീൽ ആകാതിരിക്കാറില്ല. അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അങ്ങനെ പറയുമ്പം അത് ഏതൊരു മകനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് സാധ്യത. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ മുറുക്ക് ബിസിനസ്സും അതുപോലത്തെ ഉള്ള ബിസിനസ്സിനൊക്കെ ഞാനാണ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് ഉള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയണം. സ്വന്തം ലൈഫാണ്, ഒന്നെങ്കിലും ചിന്തിക്കണം. സ്വന്തം ലൈഫാണ്, സ്വന്തം ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ സ്വന്തം ഹസ്ബൻഡിൻ്റെ ഫാമിലിനെ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിലെങ്കിലും ഇങ്ങനെ പറയാതിരിക്കുക എന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഒരു ലൈഫാണ്, അത് നമ്മൾ അത്രയും കാത്ത് സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ ഫാമിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട് ഫാമിലീസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്യണം. അങ്ങോട്ടും അവരെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ദിയയുടെ ഫാമിലി ഭയങ്കര വലിയ ഫാമിലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കൂട്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ്റെ ഫാമിലി അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അങ്ങനെയാണെന്നുള്ളത് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പബ്ലിക്കിൽ വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്ന് അങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവർക്കത് ഫീൽ ആകും. അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ കാണുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരാണെങ്കിൽ പോലും അവരോട് വന്ന് ചോദിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ
നമ്മൾ കൈകാര്യം ചെയ്യണം. നല്ല രീതിക്ക് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളും ഇങ്ങനെ ദാമ്പത്യത്തിൽ വരാറുണ്ട്. അപ്പം നമ്മൾ പ്രേമിച്ച് നടക്കുമ്പം നമുക്ക് രണ്ടുപേരും മാത്രം കൺസിഡർ ചെയ്യണമെങ്കിൽ ആഫ്റ്റർ മാരേജ് ഫാമിലിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതും ഫാമിലീസും നമ്മുടെ ലൈഫിൽ ചെറിയ പാട്ടാണ്, മുഴുവനായിട്ടുള്ള പാട്ടാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ചെറിയ പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അശ്വിൻ്റെ ഫാമിലി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കാർട്ടൂൺ പോലെയൊക്കെ ദിയ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്യാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ പ്രശ്നങ്ങൾ തീർക്കാനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അഹാന കൃഷ്ണൻ മിണ്ടാതെ ഒരു ഇടത്തിരിക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം അത്രയധികം ആൾക്കാരൊക്കെ, ഒരു വീടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്മുവിനെ പോലെ ഒരു മോള് വേണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം ഇതുപോലത്തെ ഒരു മോള് തന്നെ മതി എന്ന് പറയുന്ന ഒരു രീതിയിലാക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ തൻവി മര്യാദയ്ക്ക് ആ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയേനെ. അപ്പോൾ ആൾക്കാരൊക്കെ പലതും പറഞ്ഞെങ്കിൽ പറയട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ തന്ന് അതിനെ ഡീപ്പായിട്ട് കാണിക്കാൻ പോയത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.